നമസ്കാരം. നാടിൻ്റെ നാവുന്നേ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ സഹകരണ മേഖല വളരെ ശക്തി പ്രാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അതിലൊട്ടനവധി അനവധി ന്യൂനതകളുമുണ്ട്. ഈ പുതിയ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുമോ, കുറച്ചുകൂടി നന്നാകുമോ, കുറച്ചുകൂടി സഹകരണം തലത്തിൽ സാധാരണക്കാരുടെ സഹകരണത്തിന്റെ ഭാഗമായി മാറും. നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ചെസ് മത്സരം നടത്തി. കേരളപുരം സെന്റ് വിൻസെന്റ് കോൺവെന്റ് സ്കൂളിൽ CISE സോൺ എ ചെസ് മത്സരം നടന്നു. ലോകപ്രശസ്ത മെമ്മറി വിദഗ്ധനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ അജി ഇത് ഐക്യുമാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജോണി കോയിക്കര CM അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ക്രിസ്റ്റി CM, കായിക അധ്യാപകരായ രാജീവ്, നിതിൻ ദാസ് എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഏകദേശം 198 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. K. ദാമോദരൻ അനുസ്മരണം. വെള്ളിമൺ മഹാത്മജി വിലാസം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ K. ദാമോദരൻ അനുസ്മരണം നടത്തി. കവി വെള്ളിമൺ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R. രംഗനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു ഹരിദാസ്, KA. സെബാസ്റ്റ്യൻ, ശുഭ പ്രദീപ്, ശൈലജ, അജി മുരളി, അംബികാവതി, അമിത, അജീഷ് എന്നിവർ സംസാരിച്ചു. പുനക്കന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ K. ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, S. മണികണ്ഠൻപിള്ള, K. ബിജു, ഷാഹുൽ ഹമീദ്, G. ഉണ്ണികൃഷ്ണപിള്ള, രാജേന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു. പുനക്കന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് K. ദാമോദരൻ അനുസ്മരണം നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് J. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. പ്രഭാകരൻപിള്ള സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം S. ശോഭ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. ഷംസുദ്ദീൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. സതീശൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ സിന്ധു മുരളി നന്ദി പറഞ്ഞു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring student.
Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുമെന്ന് സഹകരണ മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിന ആഘോഷ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനവും സഹകരണ അവാർഡ് വിതരണവും തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ട്രാവൻകൂർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് സഹകരണ പ്രസ്ഥാനങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ അവതരിപ്പിച്ച പബ്ലിക് ഓപ്പറേറ്റീവ് പാർട്ണർഷിപ്പിലൂടെ പൊതുമേഖലയും സർക്കാരും നിക്ഷേപത്തിന് താൽപ്പര്യമുള്ള സഹകരണ പ്രസ്ഥാനങ്ങളും ചേർന്ന് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പങ്കാളികളാകുന്ന പുതിയ ആശയം നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വായ്പ തിരിച്ചടവിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ആശ്വാസമായിട്ടാണ് 3 മാസത്തേക്ക് പ്രത്യേക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കിയത്. ആശ്വാസം എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുകയും പലിശയിൽ ഇളവുകൾ നൽകുകയും ചെയ്യും. 6 വർഷത്തിലധികമായി കുടിശ്ശികയായി കിടക്കുന്ന കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കാനും സഹകരണ സംഘങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും പദ്ധതി സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വായ്പാ കുടിശ്ശികയുടെ പേരിൽ അംഗങ്ങളോടും പൊതുജനങ്ങളോടും മോശമായി പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല. സഹകരണ സംഘങ്ങളിൽ എത്തുന്ന എല്ലാവരോടും ഉദ്യോഗസ്ഥർ മാന്യമായും മനുഷ്യത്വപരമായും പെരുമാറണം. ലഭിക്കുന്ന എല്ലാ അപേക്ഷകൾക്കും കൃത്യമായ രസീത് നൽകുകയും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വ്യക്തമായി എഴുതി അറിയിക്കുകയും വേണം. ഇത് സംബന്ധിച്ച് എല്ലാ സഹകരണ സംഘങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖല പൂർണ്ണമായും തകർച്ചയിലാണെന്ന പ്രചാരണം തെറ്റാണെന്നും ചിലയിടങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിലും അവ പരിഹരിക്കാൻ സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ്, പ്രളയം, സുനാമി, നോട്ട് നിരോധനം തുടങ്ങിയ പ്രതിസന്ധികൾ സഹകരണ മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്നും നിക്ഷേപകരുടെ പണം സംരക്ഷിക്കുന്നതിനോടൊപ്പം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മാനുഷിക പരിഹാരം കണ്ടെത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ KA ചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിവിധ പുരസ്കാര ജേതാക്കളെ മന്ത്രി അഭിനന്ദിച്ചു. സഹകരണ മേഖലയെയും അതിലെ ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സുധീർ പാലോട് MLA അധ്യക്ഷത വഹിച്ചു. M. വിൻസെൻ്റ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് B. പ്രിയദർശിനി, സഹകരണ ഓഡിറ്റ് ഡയറക്ടർ ഡോക്ടർ റെജിൻ MC, കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് കൺവീനർ CK ഷാജി മോഹൻ എന്നിവർ പങ്കെടുത്തു. സഹകരണ സംഘം രജിസ്ട്രാർ S. പ്രേംകുമാർ സ്വാഗതവും പ്രേംകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിൻറ്റ് രജിസ്ട്രാർ IP ബിന്ദു നന്ദി പറഞ്ഞു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കുണ്ടറ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരള ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിശ്വനാഥിന് സ്വീകരണവും പുരസ്കാര സമർപ്പണവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4:30 കുണ്ടറ ആശുപത്രിക്ക് വേണീസ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ പൗരസമിതി പ്രസിഡന്റ് KO മാത്യു പണിക്കർ അധ്യക്ഷത വഹിക്കും. ഇളമ്പള്ളൂർ 4849 നമ്പർ ശ്രീ വേലിത്തമ്പി ദളവ NSS കരയോഗത്തിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കരയോഗ മന്ദിരത്തിൽ ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ 1 മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ച യാത്ര ഇപ്പോൾ 31 ചിത്രങ്ങളുടെ പൂർത്തീകരണത്തിലാണ് എത്തി നിൽക്കുന്നത്. 32ാമത്തെ ചിത്രത്തിന്റെ പൂർത്തീകരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 31 ചിത്രങ്ങൾ 31ാമത്തെ ചിത്രം ജൂൺ മാസത്തിൽ റിലീസ് ചെയ്ത മനുഷ്യനാണ്. നിങ്ങൾ ആ സിനിമകൾ എല്ലാം ഒന്ന് കാണണം. പുതിയതായിട്ട് ആൾക്കാരാണ് ലൈല എവർ ലവ് എന്ന യൂട്യൂബ് ചാനലിൽ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾ മറ്റ് സിനിമകൾ കൂടി ഒന്ന് കാണണം. പ്രത്യേകിച്ച് പുതിയ സിനിമ മനുഷ്യൻ 8 മിനിറ്റുള്ള സിനിമയാണ്. അതൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.
നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.